Hello, children. I'm sure that you all know the importance of speaking well in English. അല്ലേ? അപ്പം ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇംഗ്ലീഷ് പറയണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. മെനി ഓഫ് യു മസ്റ്റ് ബി ട്രൈയിങ് ഫോർ ഇറ്റ് ഓൾസോ. ബട്ട് ദ ട്രൂത്ത് ഈസ് ദാറ്റ് നമ്മളെ കേരളത്തെ കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ തന്നെ നോക്കുകയാണെങ്കിൽ ചില കുട്ടികളുണ്ടാവും നല്ല സൂപ്പർ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് പറയുന്നത്. ബട്ട് ദെൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിലോ അവരേതെങ്കിലും വേറെ സ്റ്റേറ്റിലോ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും. ചിലപ്പോൾ അവർ കുറച്ച് വർഷം വേറെ സ്റ്റേറ്റിലോ വേറെ കൺട്രിയിലോ താമസിച്ച് വരുന്ന കുട്ടികളാവും. അല്ലെങ്കിൽ അവരുടെ പേരൻസ് വേറെ സ്റ്റേറ്റിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിരിക്കും. ഓറൽസ് നിങ്ങൾ ടീച്ചേഴ്സിനെ ശ്രദ്ധിച്ചാലും നോക്കൂ, ചില ടീച്ചേഴ്സ് ഭയങ്കര ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറയും. ആ നല്ല ഇംഗ്ലീഷ് പറഞ്ഞ ടീച്ചേഴ്സ് ഉറപ്പായിട്ടും കേരളം വിട്ടു പോയിട്ടുണ്ടാവും എപ്പോഴെങ്കിലും. ആ വിട്ടു പോയ സമയത്തായിരിക്കും അവർ ആ ഇംഗ്ലീഷിനെ പിക്കപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഞാനൊരു ചെറിയ എൻ്റെ സറൗണ്ടിങ്സിൽ നോക്കി കണ്ടെത്തിയൊരു സത്യമാണ്. പ്ലീസ് ടെൽ മീ ഇഫ് ഐ എം ട്രൂ. ലെറ്റ് മീ നോ അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഇതിനോടൊരു കൺക്ലൂഷനിലേക്ക് വരുന്നത് എന്താണെന്നറിയോ, നമ്മൾ കുട്ടികൾ കറക്റ്റ് ഇംഗ്ലീഷ് കേൾക്കണില്ല. അതുകൊണ്ടാണ് അവർ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പിക്കപ്പ് ചെയ്യുന്നില്ല. ഈ 15 years ഓഫ് എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ഏബിൾ ടു മേക്ക് ദം സ്പീക്ക് വെൽ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അവർക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ നല്ലോണം മനസ്സിലാവുന്നുണ്ട്, അവർക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറഞ്ഞാൽ അതും അവർക്ക് നല്ലപോലെ കഴിയുന്നുണ്ട്. ബട്ട് ദെൻ ഇംഗ്ലീഷിൽ ഒരു 2 minute സ്പീക്ക് ചെയ്യാൻ പറഞ്ഞാലോ ഇങ്ങനെ ആയിരിക്കും അവരുടെ റെസ്പോൺസ് ഉണ്ടാവുക, അല്ലേ? ആം ഐ കറക്റ്റ്? പിന്നെ എന്താവും, അവർക്കൊന്നും പറയാനുണ്ടാവില്ല. ഓക്കെ, സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് നിർബന്ധിക്കും, ഓൾ ഓഫ് യു ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ഓൺലി ഇംഗ്ലീഷ്, ഈവൻ വിത്ത് യുവർ ഫ്രണ്ട്സ് യു ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനത്തെ റെസ്പോൺസാണ് ഉണ്ടാവുക. കുട്ടികൾക്കൊന്നും പറയാനുണ്ടാവില്ല. ബിക്കോസ് ദേ ആർ ഫേസിങ് സം കൈൻഡ് ഓഫ് ഹിൻഡ്രൻസ്, സംതിങ് ഫ്രം ഇൻസൈഡ് സ്റ്റോപ്പിംഗ് ദം ഫ്രം സ്പീക്കിംഗ്. ഇപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് നോക്കാം ഒരു കുട്ടി ഒരു ലാംഗ്വേജ് എങ്ങനെയാണ് പഠിക്കണമെന്ന്. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയ കുട്ടി വന്ന് ഷീ ഈസ് നോട്ട് സ്പീക്കിംഗ്, അല്ലേ? ബട്ട് ദെൻ ഷീ ഈസ് ലിസണിങ് കണ്ടിന്യൂസ്ലി ഫോർ 1 year 1.5 year. കണ്ടിന്യൂസ്ലി ദ ചൈൽഡ് ഈസ് പിക്കിംഗ് അപ്പ് വേർഡ്സ്, വൊക്കാബുലറി ബിൽഡപ്പ് ചെയ്യാണ്. ചൈൽഡ് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ആ കേട്ടതും വെച്ച് പറയാൻ ആ ഒരു കുട്ടി, ഇപ്പം നമ്മളൊക്കെ മലയാളമാണ് ഫസ്റ്റ് പഠിക്കുന്ന ലാംഗ്വേജ് എങ്കിൽ നമ്മൾ ഒരിക്കലും മലയാളം ഗ്രാമറൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് എ ചൈൽഡ് ഇൻ ആൻ അമേരിക്കൻ ഫാമിലി, ഓക്കെ, ഒരു അമേരിക്കയിൽ ബോണായ ചെറിയ കുട്ടി, കോൺസ്റ്റൻ്റ്ലി ദറ്റ് ചൈൽഡ് ഈസ് ഹിയറിങ് ഇംഗ്ലീഷ്. ആ കേട്ടുകൊണ്ട് വരുന്നതല്ല ആ കുട്ടിക്ക് ആ ഭാഷ പഠിച്ച് വരുന്നത്. ആ കുട്ടി ഗ്രാമർ പഠിക്കുന്നില്ലല്ലോ. പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പെർഫെക്റ്റ് ടെൻസ്, എത്രയോ ഉണ്ട്, അതൊന്നും ആ കുട്ടി പഠിക്കുന്നില്ലല്ലോ. ആ മെല്ലെ മെല്ലെ കേട്ട് വാട്ട് ഈസ് എ കറക്റ്റ് വേ ഓഫ് സേയിങ് എ തിങ്, അതാണ് കുട്ടി പഠിച്ച് വരുന്നത്. ആൻഡ് ദെൻ അപ്ലൈയിങ് ഇറ്റ്, ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പം കുറച്ച് മിസ്റ്റേക്സ് ആവും. അപ്പോൾ പേരൻസ് പറഞ്ഞു കൊടുക്കും, ഇത് അങ്ങനെയല്ല അങ്ങനെയാണ്. അപ്പോൾ കുട്ടി വിൽ പിക്കപ്പ്. സെയിം തിങ് ഹാപ്പൻസ് ഇൻ മലയാളം ഓൾസോനോ. അപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ അങ്ങനെ ആളുണ്ടായില്ല, അതുകൊണ്ടാണ് എൻ്റെ മലയാളം ഇങ്ങനെ പോക്കായി പോയത്. But then children, you are going to English medium school. Okay, you have teachers who can help you, guide you there. If you go wrong, teachers are going to tell you how to speak it correctly. Okay, majority of the children have to be trained for spoken English. ഓക്കെ, അപ്പോൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് വന്ന് ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ സ്കൂളിലുണ്ടെങ്കിൽ എത്ര നല്ലതായിരിക്കും. ആ സ്കൂളിൽ തന്നെ ഒരു ഫിക്സഡ് ടൈം, 1/2 hour ഡെയിലി ഓൺലി സ്പെൻഡ് ഫോർ സ്പോക്കൺ ഇംഗ്ലീഷ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ടിപ്പ് എന്താണെന്നറിയോ, നല്ല ഇംഗ്ലീഷ്, കറക്റ്റ് ഇംഗ്ലീഷ് നിങ്ങൾ കേൾക്കണം. ആ സ്പോക്കൺ ഇംഗ്ലീഷ് യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ടു യുവർ ടങ് ഓൺലി ഇഫ് യു സ്പീക്ക്. യു നീഡ് സോ മച്ച് ഓഫ് പ്രാക്ടീസ്, ഓൺലി ദെൻ യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് വെൽ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ലിസണിങ്. ഓക്കെ, ലിസണിങ് ഇസ് ദ കീ. ഓക്കെ, ഈ ലിസണിങ് വന്ന് യു ഷുഡ് ബി ഏബിൾ ടു ഹിയർ കറക്റ്റ് ഇംഗ്ലീഷ്. children, a person who is born deaf, okay, ജന്മന ആ പേഴ്സണിന് കാത് കേൾക്കൂല, ചെവി കേൾക്കൂല, എന്നാൽ ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് ഗോയിങ് ടു ബി സ്പീക്കിംഗ് ഓൾസോ. വൈ? ബിക്കോസ് ഒന്നും കേട്ടിട്ടേ ഇല്ല, വേർഡ്സ് എന്താണെന്ന് അറിയില്ല, ഒരു ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ വോക്കൽ സിസ്റ്റം, വോയിസ് ബോക്സ് ഒക്കെ റെഡിയാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ ആ പേഴ്സണിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാവും, കുറേ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വരും സംസാരിക്കാൻ. ഓക്കെ,
അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ ഈ ലിസണിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ടു ബി ഏബിൾ ടു സ്പീക്ക്. ഓക്കെ, അപ്പോൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷിനെ പറ്റി പറയുമ്പം ലിസണിങ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹെൽപ്പ് യു. ലിസൺ ടു കറക്റ്റ് ഇംഗ്ലീഷ്. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സ് തന്നെ തമ്മിൽ പറയുമ്പം കുറേ തെറ്റുകൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നിങ്ങൾ ആരും കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു ഡിച്ചിലേക്കാണ് പോണത്. ഓക്കെ, അവിടെ നിങ്ങൾക്കൊരു ട്രാപ്പാണത്. നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ദെൻ സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് വിത്ത് ദം. അതർവൈസ് വാട്ട് യു ക്യാൻ ഡു, പിക്കപ്പ് കറക്റ്റ് സെൻറ്റൻസസ് ആൻഡ് പ്രാക്ടീസ് സെയിങ് ദാറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഷുവർ ആണ് നിങ്ങൾ പറയുന്ന സെൻറ്റൻസ് കറക്റ്റാണ്, ദെൻ യു പ്രാക്ടീസ് ആൻഡ് ദെൻ ദാറ്റ് വിൽ ബിക്കം എ പാർട്ട് ഓഫ് യു. Otherwise, wrong sentences will become a part of you and your spoken English will always have mistakes in that. Okay. You know what happens when you listen continuously to this language? നിങ്ങൾക്ക് കുറേ കറക്റ്റ് വേ ഓഫ് പ്രസൻറ്റിങ് തിങ്സ് യു വിൽ ലേൺ. ഓക്കെ, ഒരു കാര്യം എങ്ങനെ അവതരിപ്പിക്കണം. അപ്പോൾ ഈ മലയാളത്തിൽ നമ്മൾ പറയുന്ന മാതിരി ആവില്ല, ഒരു രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് പറയാനേ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കുറേ ഇങ്ങനെ ഇംഗ്ലീഷ് ലിസൺ ചെയ്യും. അപ്പോൾ ഈ ഇംഗ്ലീഷ് നിങ്ങൾ എവിടുന്നാണ് ലിസൺ ചെയ്യുക? ഐ വോണ്ട് സജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഹോളിവുഡ് മൂവീസ്. ഓക്കെ, ദാറ്റ്സ് ദ ലാസ്റ്റ് തിങ് യു ഷുഡ് ഡു. വാട്ട് I would say, ന്യൂസ് ചാനൽസ് നോക്കാം. ഈ ന്യൂസ് ചാനൽസിലൊക്കെ ഡിബേറ്റിംഗ് സെഷൻസ് ഉണ്ടാവും. അത് ശരിക്കും നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നോക്കാം. ആ കണ്ടൻറ്റ് അവരെന്താ പറയുന്നത് അതിനേക്കാളും ഹൗ ദേ ആർ പ്രസൻറ്റിങ്, അത് നിങ്ങൾക്ക് കുറേ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറേ ഇംഗ്ലീഷ് നിങ്ങൾക്ക് വോക്കൽസ് ആയിട്ടും പിന്നെ കുറേ യൂട്യൂബിൽ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന വീഡിയോസ്, റെസിപ്പീസൊക്കെ ഇംഗ്ലീഷിൽ, ഇന്ത്യൻ ഇംഗ്ലീഷ്, അമേരിക്കനും ബ്രിട്ടീഷ് ഇംഗ്ലീഷൊന്നും നിങ്ങളിപ്പോൾ നോക്കാൻ പോകണ്ട. നിങ്ങൾ ബേസിക് ഇംഗ്ലീഷിൽ പറയുന്ന വീഡിയോസൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വേർഡ് സെൻറ്റൻസസ് പിക്കപ്പ് ചെയ്യുക. ഈ കാര്യം ഇങ്ങനെയും പറയാമല്ലോ, അങ്ങനെ കുറേ സെൻറ്റൻസസ് പിക്കപ്പ് ചെയ്ത് എഴുതി വെക്കുക. ദെൻ ഇങ്ങനത്തെ ഒരു അവസരം വരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കറക്റ്റ് സെൻറ്റൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഈ തെറ്റ് എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്ന് പറയുന്ന ആ അപ്രോച്ച് കുറച്ച് ഡൈസിയാണ് അല്ലേ? നിങ്ങൾ ഈ തെറ്റ് പറയാൻ തുടങ്ങി ചിലപ്പോൾ ആ തെറ്റ് പറഞ്ഞ് ആരും നിങ്ങളെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബൈ ഹാർട്ടായി പോകും. അപ്പോൾ ആ ഒരു അവസ്ഥ വരരുത്. നിങ്ങളൊരു കറക്റ്റ് വേ എന്താണെന്ന് ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ അത് പ്രാക്ടീസ് ചെയ്യുക, പിന്നെയും അവതരിപ്പിച്ച് നോക്കാം. ഓക്കെ, പിന്നെ ഇംഗ്ലീഷിന് നമുക്ക് വേർഡ്സ് പിക്കപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇനിയൊരു സംഭവം എന്താ അറിയോ? റീഡിങ് വന്നൊരു വേറെ ലോകം തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു സീരിയലൊക്കെ കണ്ടിട്ട് എങ്ങനെ അതിൽ മുഴുകി പോകണം, അതിൻ്റെ നെക്സ്റ്റ് എന്താ സംഭവിക്കുക അങ്ങനെയൊക്കെ നോക്കി നിന്ന് പോകണ്ടല്ലോ. അതേപോലെ ഒരു റീഡിങ്, നിങ്ങളൊരു വലിയ ബുക്കോ നോവലോ സ്റ്റോറി ബുക്ക് ആരുടെയെങ്കിലും ബയോഗ്രഫിയോ അതൊക്കെ എടുത്ത് റീഡ് ചെയ്യുമ്പം നിങ്ങളുടെ മനസ്സിൽ ആ കഥാപാത്രങ്ങളൊക്കെ വരും. ഇപ്പം ഞാൻ റീഡ് ചെയ്തിട്ട് കാണുന്ന ഒരു ഇമേജ് ആവില്ല നിങ്ങൾ റീഡ് ചെയ്തിട്ട് കാണുന്ന ഇമേജ്. അപ്പോൾ അതിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് നോക്കുക, എത്ര ഇമേജസ് ആണ് ഒരു ബുക്കിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ഇതൊരു വലിയ ഹെൽപ്പിംഗ് ഹാൻഡാണ് റീഡിങ്. അങ്ങനെ കറക്റ്റ് റീഡിങ് ചെയ്ത് വരുന്ന ആൾക്ക് കുറേ കറക്റ്റ് സെൻറ്റൻസസ് മനസ്സിലുണ്ടാവും, കുറേ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ് ആൻഡ് ഹൗ ടു പ്രസൻറ്റ് തിങ്സ്, അതൊക്കെ ആ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു വരും. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളിൽ നഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് റീഡിങ്. ഒരു ക്ലാസ് റൂമിൽ നോക്കുകയാണെങ്കിൽ 40 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൽ 2 or 3 സ്റ്റുഡൻസ് ഉള്ളൂ ഇങ്ങനെ എക്സ്ട്രാ ബുക്കിനെ വിട്ടിട്ട് എക്സ്ട്രാ റീഡ് ചെയ്യാൻ താല്പര്യം കാണിക്കണം. അപ്പോൾ അത് ഫസ്റ്റ് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണം. സ്കൂൾ ലെവലിലും അത് നടക്കണം. ടീച്ചേഴ്സ് ഷുഡ് എൻകറേജ് ചിൽഡ്രൻ ടു റീഡ്. ആ റീഡിങ് ഹാബിറ്റ് എങ്ങനെയെങ്കിലും ആ കുട്ടികളിൽ കൊണ്ടുവരണം. കുട്ടികൾ ആരുടെ മേലും ഡിപ്പെൻഡ് ആവരുത്. റീഡിങ് മീൻസ് ദേ ഹാവ് ടു റീഡ് ഓൺ ദെയർ ഓൺ ആൻഡ് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അങ്ങനത്തെ ഒരു ലെവലിൽ ആ കുട്ടികൾ വരണം. ഓൺലി ദെൻ എഡ്യൂക്കേഷൻ വിൽ ബിക്കം ഈസി ആൻഡ് ഓൾസോ സ്പോക്കൺ ഇംഗ്ലീഷ് വിൽ ബിക്കം ഈസി ഫോർ ദം. ഓക്കെ, പിന്നെ ഒബ്വിയസ്ലി വാട്ട് യു ഹാവ് ടു ഡു ഈസ് സ്പീക്ക്. ഓക്കെ, നിങ്ങൾ റീഡ് ചെയ്ത് മനസ്സിലാക്കി വെക്കുന്നതൊക്കെ നിങ്ങൾ അവസരം വരുമ്പോൾ അത് നിങ്ങൾ യൂസും ചെയ്യണം. യു ഷുഡ് സ്പീക്ക് വെൽ, പ്രാക്ടീസ് വെൽ, ഓൺലി ദെൻ യു വിൽ ഗെറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻ യുവർ ടങ്. ഓക്കെ, ഇപ്പോൾ ഇതിനെ പറ്റിയിട്ടൊരു കാര്യം എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, ഡോണ്ട് ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ്, പ്രാക്ടീസ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ ഇതിൽ കീ വേർഡ് വന്ന് പ്രാക്ടീസ് ആണ്. യു ഹാവ് ടു കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്. ഓക്കെ, കുറേ ടാസ്ക്കായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ എന്താണ്, മിററിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാം.
അപ്പോൾ അതൊരു നല്ല വേ ഓഫ് ഗെയിനിങ് കോൺഫിഡൻസ് ആണ്. അത് ശരിയാണ്. പക്ഷെ മിററിന് മുന്നിൽ നിന്ന് സംസാരിക്കുമ്പം കറക്റ്റായിട്ട് സംസാരിക്കാൻ നമുക്ക് കുറേ കാര്യങ്ങൾ ആവശ്യമില്ലേ? ഇപ്പോൾ നിങ്ങളൊരു സ്പീച്ച് കേട്ടിട്ട് ആ സ്പീച്ചിൽ എന്തൊക്കെ പറഞ്ഞ് പോസ് ചെയ്ത് കറക്റ്റ് ഇംഗ്ലീഷ് എഴുതി എടുത്തിട്ട് അത് നിങ്ങൾ മിററിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞ് നോക്കും. അപ്പോൾ നിങ്ങൾ തെറ്റ് ഇംഗ്ലീഷ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യരുത് ഒരിക്കലും. കറക്റ്റ് ഇംഗ്ലീഷ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ ഇറ്റ് വിൽ ഷുവർലി ഹെൽപ്പ് യു. ഓക്കെ, I hope this video creates an interest in your hearts to speak good English, and do let me know if you want me to start off with a spoken English series. Okay, I am very much interested in doing that. Do let me know. Okay children, bye.